everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കാം. ബ്രെഡ് ബനാന പുഡിംഗ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ? മമ്മിയോട് ചോദിക്കാം. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു അടിപൊളി പുഡിങ്ങാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്ന് അവരെ മുന്നിൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്ന ട്രേ അല്ലെങ്കിൽ പാത്രത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ബ്രെഡ് എടുക്കണം. ഞങ്ങളെ പാത്രത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ 9 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഴം, ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് പഴം ഇട്ട് കൊടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണിത്. പിന്നെ ഒരു 1/4 കപ്പ് പാല്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ വേറെ 3 കപ്പ് പാല്. ഈ പുഡിംഗ് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ 1/2 കപ്പ് പഞ്ചസാര പാലിലേക്ക് ഇട്ട് കൊടുക്കാം, 3 കപ്പ് പാലിലേക്ക്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കസ്റ്റർഡ് പൗഡർ 1/4 കപ്പ് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി 3 കപ്പ് പാലിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗ്യാസുമ്മ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര എല്ലാം ഡിസോൾവ് ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. പാല് നല്ലോണം ബോയിൽ ആവാൻ തുടങ്ങിയാൽ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചത് ഇട്ട് കൊടുക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതധികം കട്ടി വേണ്ട, അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കണം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് കണ്ടോ, അധികം കട്ടി പാടില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നല്ലോണം ചൂടാറാൻ ആവശ്യമില്ല. ഇനി പഴം ഇതാ അങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നിങ്ങളെ പുഡിംഗ് ട്രെയിന് അനുസരിച്ചിട്ട് എടുക്കണം. ഇനി നേരത്തെ ഉണ്ടാക്കി കസ്റ്റർഡ് ഇതാ ചൂടാറിയിട്ടുണ്ട്. നല്ലോണം തണുക്കണ ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് അതിൻ്റെ ചൂട് മാറിയാൽ മതി. ഇനി ബ്രെഡ് എടുത്തിട്ട് ഈ കസ്റ്റർഡ് മിക്സ്ചറിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് കോട്ട് ചെയ്യണം. എന്നിട്ട് ഇത് ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. അങ്ങനത്തെ ബ്രെഡെല്ലാം മുക്കിയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2-3 തവി കസ്റ്റർഡ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മിക്സ്ചർ എടുത്തു വെക്കണം. ഇത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് പഴം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഴം വെച്ച് കൊടുത്താൽ മതി. അങ്ങനത്തെ പഴം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിനി മാറ്റി വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമുള്ളത് 3 കപ്പ് പാലാണ്. പിന്നെ 1/4 കപ്പ് പാല് വേറെ, പിന്നെ 3 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോറാണിത്, 4 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും, പിന്നെ ആവശ്യത്തിന് വാനില എസെൻസും റോസ് എസെൻസും ആണ്. ഇത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ 2 നുള്ളു കളറാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പുഡിംഗ് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കളർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എസെൻസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഏത് എസെൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി 3 കപ്പ് പാലിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കളറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസെൻസും 1/4 ടീസ്പൂൺ റോസ് എസെൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കോൺഫ്ലോറും മറ്റേ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പാലിലേക്ക് നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് നല്ലോണം തിളച്ചിട്ട് ഒന്ന് കട്ടിയാവണ വരെ നമുക്ക് വേവിച്ചെടുക്കണം. പാലൊന്ന് നന്നായിട്ട് കട്ടിയാവണ വരെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വരുമ്പോൾ നമ്മളെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം.
ഇങ്ങനെ നന്നായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയാൽ കട്ടിയാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അധികം തണുപ്പിക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാൽ മതി ചൂടാറാൻ വേണ്ടിയിട്ട്. ആകെ 2 മിനിറ്റ് ഇത് ചൂടാറ്റിയിട്ടുള്ളൂ. ചൂടോടെ തന്നെ ഇത് നമുക്ക് ബനാനൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റിന് ശേഷം നമ്മൾ പുഡിംഗ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ തന്നെ ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. കസ്റ്റർഡ് മിക്സ്ചറിൽ മുക്കിയിട്ട് ബ്രെഡ് ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലൂടെ ആ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ തന്നെയാണ് ഇതിവിടെ ചെയ്യേണ്ടത്. എന്നിട്ട് പഴമൊക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പഴമൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി 3ാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 3 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് പാല് വേറെ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ കുറച്ച് കളറ്. ഇത് പിങ്ക് കളറാണ്. ആവശ്യമനുസരിച്ചിട്ട് മാംഗോ എസൻസ്, ആവശ്യത്തിനനുസരിച്ചിട്ട് വാനില എസൻസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ പാലിലേക്ക് പഞ്ചസാരയും കളറും പിന്നെ 1/4 ടീസ്പൂൺ മാംഗോ എസൻസും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് റെഡിയാക്കി വെക്കാം. കോൺഫ്ലവറും പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, ലംസ് ഒന്നും ഇല്ലാതെ. എന്നിട്ട് ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പാലും നമുക്ക് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ കൈ മാറ്റാതെ തന്നെ ഇത് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കട്ടിയാക്കി എടുക്കണം. 3-4 മിനിറ്റിന് ശേഷം ഇതാ കട്ടിയായി വരുന്നുണ്ട്. ഇനിയും ഇത് 3-4 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. മൂന്നാമത്തെ ലെയർ ഒന്നും കൂടി കട്ടിയാവണം. അതുകൊണ്ടാണ് 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. ഇതങ്ങനെ നന്നായിട്ട് ബബിൾസായി വരാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മിക്സറും പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം, നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ജെല്ലിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ജെല്ലി, അപ്പോൾ ജെല്ലിയാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ വിപ്പിംഗ് ക്രീമോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രെഡ് ബനാന പുഡിംഗ് റെഡിയാണ്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം സെർവ് ചെയ്യുക, എന്നിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.